നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ഇത്രക്ക് ചീപ്പായിരുന്നോടി? നീ എന്നെ അടിച്ചു അല്ലേ? നിന്നെ അടിക്കല്ല വേണ്ടത്, കൊല്ലടി വേണ്ടത്. ഹർഷനല്ല ചതിച്ചിരിക്കുന്നത്, ഹർഷനെ ഞാനാ ഇപ്പൊ ചതിച്ചിരിക്കുന്നത്. എന്നെ മാത്രം സ്വപ്നം കണ്ടിരുന്ന, എന്നെ മാത്രം സ്നേഹിച്ചിരുന്ന എന്റെ ഹർഷനെ എന്നിൽ നിന്ന് അകറ്റിയത് അവളാ, ആ മധുശ്രീ. അവളുടെ കയ്യില് കളിപ്പന്താവുകയായിരുന്നു ഞാൻ. ഇനി എനിക്ക് ഈ ഭാരം താങ്ങാനാവില്ല. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് എന്റെ ഹർഷനോടൊത്ത് എനിക്കിനി ജീവിക്കണം. അതിനാദ്യം വേണ്ടത് എല്ലാ സത്യങ്ങളും സത്യാമ്മയോട് തുറന്നു പറയുകയാണ്. വിഷ്ണുവേട്ടന്റെ മനസ്സ് നിറയെ ശാലിനിയാണ്. ആ മനസ്സിൽ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. അവരാണ് ഒന്നിച്ച് ജീവിക്കേണ്ടത്. ഇനി അവർക്കിടയിൽ ഞാനൊരു തടസ്സമായിക്കൂടാ. ഇപ്പൊ തന്നെ എല്ലാ സത്യങ്ങളും സത്യാമ്മയെ അറിയിക്കണം. അല്ല, നവവധുവിനെ ഒന്നുകൂടി ഞാനൊന്ന് കാണാൻ വന്നതാ. ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത് സുദിന അല്ല ഇന്ന്. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനൊരു ദിവസം ഒപ്പിച്ചെടുക്കാൻ പെടാപ്പാട് പെട്ടത് ഞാൻ. ഭാഗ്യങ്ങളെല്ലാം നിനക്കും. അല്പം കൂടി കഴിഞ്ഞ് അവൻ നിന്റെ കഴുത്തി താലിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ സത്യാമ്മയുടെ സൈന്യമില്ല രാജ്യവും ദേ നിന്റെ കൈവെള്ളയിൽ. എന്താ, ശരിയല്ലേ? ഇത്രയും സഹായങ്ങളൊക്കെ ചെയ്തു തന്നതല്ലേ? അപ്പോ ഈ കൈവെള്ള കൊണ്ട് തന്നെ ഒരു നല്ല കാര്യം എനിക്കും ചെയ്യണ്ടേ മധുശ്രീ? ഒരു പ്രതിഫലത്തിന് വേണ്ടിയൊന്നും അല്ല മധുശ്രീ ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ആത്മസംതൃപ്തി, അത്രയുള്ളൂ. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി വരില്ല. എന്റെ ലൈഫിൽ നല്ലൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കി തന്ന ആളല്ലേ? എന്നാ പിന്നെ ചൂടോടെ തന്നെ ഇതങ്ങ് പിടിച്ചോടി. നിന്റെ സംസാരത്തിന്റെ ടോൺ മാറിയപ്പോഴേ എനിക്കത് മനസ്സിലായി. ഇതൊരു മലക്കം മറിഞ്ഞ പോക്കാണല്ലോന്ന്. എന്താടി, നിന്റെ മറ്റവൻ നിന്നെ ഇട്ടേച്ചു പോയപ്പോ കൊള്ളാവുന്നൊരു പുളിങ്കൊമ്പ് കാണിച്ച് കൂടൊരുക്കാൻ പുല്ലും വൈക്കോലും തന്നതാണോടി ഞാൻ ചെയ്ത തെറ്റ്? മറ്റവൻ ഇട്ടേച്ച് പോയതല്ലോ. മറ്റവൻ ഇട്ടേച്ച് പോയെന്ന് നീ വരുത്തി തീർത്തതല്ലേ? നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഇവൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നല്ലേ നീ ഇപ്പൊ വിചാരിക്കുന്നത്? ഹർഷൻ എന്നോട് സംഭവിച്ചതെല്ലാം പറഞ്ഞു. ഞാൻ അറിഞ്ഞു ആ ഫോട്ടോകൾ നീ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന്. ഇതെപ്പോ സംഭവിച്ചു? ആ പിശാചി പിടിച്ചവൻ ഇതിനിടയ്ക്ക് ഇവിടെ കയറി വന്നോ? ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ ഒരു തീരുമാനത്തിലെത്തി. എന്നെ സ്നേഹിക്കുന്ന ഹർഷന്റെ കൂടെയാ ഞാൻ ഇനി ജീവിക്കാൻ പോകുന്നേ. അപ്പോഴീ കല്യാണം? വിഷ്ണുവേട്ടൻ ജീവിക്കേണ്ടത് ശാലിനിയുടെ കൂടെയാ. ഞാൻ ജീവിക്കേണ്ടത് എന്റെ ഹർഷന്റെ കൂടെയും. അത് മനസ്സിലാക്കാൻ ഞാനൊരല്പം വൈകി. എന്റെ കാർത്തികയെ നീ പൊട്ടത്തൊരൊന്നും വിളിച്ച് പറയല്ലേ. നാവിന്റെ തുമ്പത്ത് വന്നിരിക്കുന്ന മഹാലക്ഷ്മിയെ കോക്കിരി കാണിച്ച് ആട്ടി പായിക്കരുത് നീ. വീട്, കാറ്, സൗഭാഗ്യങ്ങൾ, 2-3 തലമുറയ്ക്ക് തിന്നാനുള്ള സ്വത്ത്, ഇതൊക്കെ ഒറ്റ വാക്കിലങ്ങ് ഉപേക്ഷിച്ച് കളയല്ലേ. ചിന്തിക്ക്. മനുഷ്യരെ പോലെ വരും കാലങ്ങളിൽ എങ്ങനെ ജീവിക്കണം എന്നൊന്ന് മനസ്സിൽ കാണ്. ഹർഷനെ സംബന്ധിച്ചിടത്തോളം മുക്കാചക്രം 1 മാസം ഉണ്ടാക്കാൻ പറ്റിയേക്കും. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ജീവിത രീതിക്ക് ആ മുക്കാചക്രത്തില് നിനക്ക് ഒതുങ്ങി ജീവിക്കാൻ പറ്റുമോ? പട്ടിണിയും പരിവട്ടവുമായി പെറ്റുകൂട്ടുന്ന കുട്ടികളെ കൊണ്ട് അന്നദാനപ്പുര തേടി പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാ ഇപ്പൊ കിട്ടാൻ പോകുന്ന രാജകീയമായ ഈ ജീവിതം. എന്തു നേരിടാൻ സത്യാമ്മ എന്ന വടവൃക്ഷത്തിന്റെ തണലിൽ ഒരല്ലലും ഇല്ലാതെ നിനക്ക് കഴിയാം. അപ്പോ എന്റെ ഹർഷനോടുള്ള എന്റെ സ്നേഹം
ഞങ്ങളുടെ സ്വപ്നങ്ങൾ. മണ്ണം കട്ട. ഞാൻ അയച്ചു തന്ന ഒറ്റ ഫോട്ടോയിൽ തീർന്നതാ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ ഈ സ്നേഹം. പിന്നെ നീ കണ്ട സ്വപ്നം അതൊന്ന് മോർഫ് ചെയ്ത് വിഷ്ണുവിന്റെ തല ഒട്ടിച്ച് ഒന്ന് റീടേക്ക് കണ്ടാ മതി. എത്ര വേഗത്തിലാ മധുശ്രീ നീ ഓരോ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത്. നീ ഇവിടെ ജനിക്കേണ്ടവളല്ല, ഇവിടെ നിൽക്കേണ്ടവളും. അതുകൊണ്ട് സത്യാമ്മയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാൻ പോവാ. കാർത്തികേ, ദേ നീ ആന മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇതെല്ലാം സത്യം അറിഞ്ഞ എന്നെ ചിലപ്പോ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയേക്കാം. പക്ഷേ നിന്നെ അവര് കൊന്നുകളയും. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ ചെക്കനെ ഇട്ട് വട്ട് കളിപ്പിച്ചത് അവര് സഹിക്കത്തില്ല. എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ഞാനിവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായത്തിന് അല്ലെങ്കിൽ ഒരു ശിക്ഷ എനിക്ക് വേണ്ടതാ. അതോടെ എല്ലാം തീരുമല്ലോ. എനിക്ക് എന്റെ ഹർഷന്റെ കൂടെ സമാധാനമായിട്ട് പോവാ. ഇവൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചു നോക്കാം. ഇനി വൈകിയേ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ പറയാൻ പോവാ. കാർത്തിക, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദേ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അപകടമാ. ആദ്യം ഈ കല്യാണം നടക്കട്ടെ. ഇത്ര ആളെ വിളിച്ചുകൂട്ടി കല്യാണം നടക്കാതിരുന്ന വലിയൊരു ദുരന്തമാ ഇവിടെ പിന്നെ ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് ഹർഷനെ ഉപേക്ഷിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. വിഷ്ണു ശാലിനിയെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിത്യ ബ്രഹ്മചാരിയായി ഇരിക്കത്തേ ഉള്ളൂ. നിനക്ക് നിന്റെ വഴി നോക്കാം. ഹർഷനെ കാണാനും നിങ്ങൾക്ക് സ്നേഹിക്കാനും ഞാൻ അവസരം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ നിന്ന് തന്നാ മതി. മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞാലും ഹർഷനുമായിട്ടുള്ള ഇഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഈ ഞാൻ അവസരം ഉണ്ടാക്കി തരാന്ന്. നീ ഇത്രക്ക് ചീപ്പായിരുന്നോടി. നീ എന്നെ അടിച്ചു അല്ലേ? നിന്നെ അടിക്കല്ല വേണ്ടത്, കൊല്ലടി വേണ്ടത്. നിന്നെ പോലുള്ളവളൊക്കെ ജീവിച്ചിരിക്കുന്നത് സ്ത്രീവർഗത്തിന് തന്നെ മാനക്കേടാ. നിന്നെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല. നിന്നെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഇപ്പൊ തന്നെ ഞാൻ സത്യാമ്മയെ അറിയിക്കും. കാർത്തികേ, നിന്നോട് പോകരുതെന്നാ ഞാൻ പറയുന്നത്. ഞാൻ പോവും. പോക മാത്രമല്ല പറയുകയും ചെയ്യും. നീ ഇനി ഇവിടെ വേണ്ടടി. ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോ ഇവള് കിടന്നങ്ങ് മൂക്കുവാ. അപ്പൊ പിന്നെ ഇടവീര്യം കയറുകൊണ്ട് തന്നെ മൂക്ക് കയറ്. അല്ല പിന്നെ ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ, ചോദിച്ചു വാങ്ങിയതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.